1.5 വർഷത്തിന് മുൻപ് ഒരു സ്ത്രീയെ പട്ടാപ്പകൽ അവരുടെ ബ്യൂട്ടി പാർലറിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതിക്രൂരമായി പരിക്കേൽപ്പിക്കുകയുണ്ടായി. അതായത് കഴുത്തിന് വെട്ടുവാൻ ഓങ്ങിയിരിക്കുന്ന കത്തി അവർ കൈകൊണ്ട് തടഞ്ഞപ്പോൾ കഴുത്തിനും വെട്ടേറ്റു, കൈക്കും വെട്ടേറ്റു. അതിഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ. ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി കാണും ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരള പോലീസ് അതിവിദഗ്ധമായി കഴിഞ്ഞ ദിവസം അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിവിദഗ്ധമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷത്തിന് മുകളിലായിരിക്കും ഈ കേസ് നടന്നിട്ട്. ഏകദേശം 1.5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ആ ഒരു 1.5 വർഷത്തിന് മുകളിൽ ആയ കേസിൻ്റെ പുറകിൽ തന്നെ ഇവർ അന്ന് മുതൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിവിദഗ്ധമായി കേരളത്തിൽ നിന്നുള്ള കേരള പോലീസ് ഗോവയിലെത്തി പനാജിയിൽ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നോർത്ത് സ്റ്റേഷൻ CA ആയ പ്രതാപചന്ദ്രൻ്റെ നേതൃത്വത്തിൽ SI-മാരായ രതീഷ്, ആഷിഖ് എന്നിവരാണ് ഗോവയിലേക്ക് പുറപ്പെട്ടത്. നമ്മൾ 2012 ആണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് സന്ധ്യ മഗർ എന്നൊരു വെസ്റ്റ് ബംഗാൾ സ്വദേശി പട്ടാപ്പകൽ വെട്ടി പരിക്കേൽപ്പിച്ച് പോയ പ്രതിയാണ്. അന്ന് തന്നെ ഇയാൾ അവിടെ നിന്ന് മുങ്ങിയാണ്. പക്ഷേ അതിനുശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലായിരുന്നു. രാജസ്ഥാനും ഉത്തരാഖണ്ഡിനും പോലുള്ള സ്ഥലങ്ങളെ ജോലി ഫോണിലല്ലോ പിന്നെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ വാട്സപ്പ് ഉപയോഗിക്കുന്നതും വേറൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ ഗോവയിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. എത്ര വർഷമായി ഈ കേസ് വന്നിട്ട്? 1.25 വർഷമായി. ഇപ്പം 1 വർഷം 3 മാസമായി. അപ്പോൾ ഈ 1.25 വർഷമായിട്ടും ഈ കേസിൻ്റെ പുറകെ തന്നെയായിരുന്നു? അപ്പം നിങ്ങൾ 1.25 വർഷവും ഈ കേസിൻ്റെ പുറകെ. അതായത് ഒരു രാത്രിയെല്ലാം നടന്നു പട്ടാപ്പകൽ നടന്ന ഇൻസിഡൻ്റാണ്. അപ്പോൾ അത്രയും ഗൗരവത്തോടെ അന്ന് കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫോണ് നമുക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ ഫോൺ ട്രേസ് ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ ഇവനെ വാട്സപ്പ് മാത്രമേ ശേഷം ഉപയോഗിച്ചിട്ടുള്ളൂ. ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. ഒളിവിൽ താമസിക്കും. ശരിക്കും 1.25 വർഷം ഒളിവിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നമ്മൾ കണ്ടെത്തി. ഗോവയിൽ നിന്ന് അതിവിദഗ്ധമായാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോവയിൽ നിന്ന് ഒത്തിരി അവൻ്റെ ഏരിയയാണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗലികൾ ചേർന്നുള്ള ഏരിയയാണ്. അപ്പോൾ അത് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ലൊക്കേഷൻ കിട്ടി. ഉറപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മൾ പോയാൽ. പക്ഷേ എന്നാലും ഇവനും ശരിക്കുള്ള ഒരു അന്നത്തെ രൂപഭാവമല്ല ഇപ്പോഴത്തെ. ഒരുപാട് വ്യത്യസ്തമായിട്ട് അവൻ്റെ സ്റ്റൈലും മാറ്റി എല്ലാം മാറ്റി നടക്കുന്നുണ്ട്. എന്തായാലും സാഹസികമായിട്ടാണ് നമ്മൾ പിടിച്ചത്. എന്തായാലും ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ശരിക്കും. കേരള പോലീസിന് ഇതിൽ അഭിമാനിക്കാമല്ലോ. 1 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ തീർച്ചയായും ഇത് പട്ടാപ്പകൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു നമ്മളൊരു ഫോളോ അപ്പ് എന്ന രീതിയിൽ അന്നേ മുതലേ നമ്മളിത് തുടർന്നും ഇത് നടത്തി വന്നിരുന്നു. അനുഭവമായിട്ടാണ് നമുക്കത് പിടിക്കാൻ പറ്റിയത്. ഈ 1.5 വർഷത്തിന് മുൻപിലുണ്ടായ ഈ കേസിൻ്റെ ഒരു അന്വേഷണമായിട്ട് കഴിഞ്ഞ ദിവസം കേരള പോലീസിലെ ഒരു ടീം തന്നെ ഗോവയിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഗോവയിൽ നിന്ന് ഗോവയിലെ പനാജി എന്ന സ്ഥലത്ത് അതിവിദഗ്ധമായിട്ടാണ് ഇവർ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് CAയുടെ നേതൃത്വത്തിൽ, അതായത് നോർത്ത് CA പ്രതാപചന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 6-അംഗ ടീമാണ് ഗോവയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. SI-മാരായ രതീഷ്, ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഗോവയിൽ നിന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയായ ഫറൂഖ് അലിയെയാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സന്ധ്യ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീയെയാണ് പട്ടാപ്പകൽ അവർ വർക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടി പാർലറിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നത്. കൊച്ചിയിൽ നിന്നും സഹകരിച്ചുകൊണ്ട് കാർത്തിക.